വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. ഡി.എൽ.എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് 2025-20 അക്കാഡമിക് ഇയറിലോട്ടുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് സെൽഫ് ഫിനാൻസ് കോളേജിൽ വിദ്യാർത്ഥികൾ എങ്ങനെ സ്വന്തമായിട്ട് അപേക്ഷ നൽകുവാൻ സാധിക്കുമെന്നുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായി ഇവിടെ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ ഡി.എൽ.എഡ് അതായത് LP UP തലങ്ങളിൽ അധ്യാപകരാകുവാൻ ആവശ്യമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ സാധിക്കുന്നത് +2 കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികൾക്കും പഠിക്കുവാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രൊഫഷണൽ കോഴ്സാണ് ഡി.എൽ.എഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡി.എൽ.എഡ് പ്രധാനമായിട്ടും നേരത്തെ ജനറൽ വിഭാഗം സെപ്പറേറ്റ് അപേക്ഷ, അതായത് ഗവൺമെൻറ് എയ്ഡഡ് വിഭാഗത്തിലുള്ള സെപ്പറേറ്റ് ജനറൽ അഡ്മിഷൻ, അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലോട്ടുള്ള ജനറൽ വിഭാഗത്തിൽ അഡ്മിഷൻ, രണ്ടും സെപ്പറേറ്റ് ആണ് അപേക്ഷ കൊടുക്കുന്നത്. അപ്പോൾ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് എയ്ഡഡ്, അതായത് വിദ്യാർത്ഥികൾ ഫീസ് ഇല്ലാതെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട 101 ഗവൺമെൻറ് എയ്ഡഡ് കോളേജിലോട്ടുള്ള അപേക്ഷ എങ്ങനെ നൽകാമെന്നുള്ള ഡീറ്റെയിൽ ഇവിടെ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അപേക്ഷ കൊടുക്കാത്ത വിദ്യാർത്ഥി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അപേക്ഷ കൊടുക്കുന്ന വിദ്യാർത്ഥികൾ രണ്ടും കൊടുത്തിടുക. മാർക്കുണ്ട് എന്ന് കരുതിയാലും നിങ്ങൾ ഒരു പക്ഷേ ഗവൺമെൻറ് എയ്ഡിൽ കിട്ടിയില്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് 2 അപേക്ഷ കൊടുക്കുക. അപ്പോൾ ഗവൺമെൻറ് എയ്ഡ് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതേ രീതിയിൽ നിങ്ങൾ ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ നമുക്ക് എങ്ങനെയാണ് അപേക്ഷ കൊടുക്കാമെന്ന് നോക്കാം. വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം, സെൽഫ് ഫിനാൻസ് കോളേജിൽ 50% സീറ്റുകൾ മെറിറ്റ് അടിസ്ഥാനത്തിലും ബാക്കി 50% സീറ്റുകളും മാനേജ്മെൻറ്റ് കോട്ടയിലായിട്ടാണ് അഡ്മിഷൻ നൽകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സെൽഫ് ഫിനാൻസിലും 50% സീറ്റ് വിദ്യാർത്ഥികൾക്കും മെറിറ്റിലും, ശ്രദ്ധിക്കേണ്ട കാര്യം 50% മാനേജ്മെൻറ്റ് സീറ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്കും മാനേജ്മെൻറ്റ് സീറ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് അതത് കോളേജിലോട്ട് നിങ്ങൾ അപേക്ഷ കൊടുത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ നേടുവാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് കാര്യം, ഫീസ് സ്ട്രക്ചർ. നേരത്തെ ഗവൺമെൻറ് എയ്ഡ് ഫീസിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ജസ്റ്റ് ഒരു ട്യൂഷൻ ഫീ, നോർമലായിട്ട് ചെറിയൊരു ഫീ മാത്രമാണ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. എന്നാൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ ഫീസ് സ്ട്രക്ചർ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. പലപ്പോഴും പല വിദ്യാർത്ഥികളും ഇതിൽ കൂടുതൽ ഫീസ് കൊടുക്കണം എന്നുള്ള ധാരണ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ജസ്റ്റ് ഒരു വർഷത്തേക്ക് 30,000 രൂപ. അങ്ങനെയാണെങ്കിൽ 2 വർഷത്തേക്ക് നിങ്ങൾക്ക് ആകെ ഈ പറയുന്ന ടോട്ടൽ സെമസ്റ്റർ ഫീ നിങ്ങൾ 60,000 ഡി.എൽ.എഡ് കോഴ്സിന് കൊടുക്കേണ്ടത്. എന്നാൽ ഗവൺമെൻറ് എയ്ഡിൽ നിങ്ങൾ ഈ പറയുന്ന ഫീസ് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓൾറെഡി ഈ 30 + 30 60,000. ഇനി മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അഡീഷണൽ 5,000 മാത്രം എക്സ്ട്രാ വരുന്നത്. അപ്പോൾ 35 ടോട്ടൽ 70,000. ഈ ഒരു ഫീ മാത്രമാണ് വിദ്യാർത്ഥികൾ ജസ്റ്റ് ഈ കോഴ്സിന് ടോട്ടലായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇനി യോഗ്യതയ്ക്ക് നേരത്തെ പറഞ്ഞ സെയിം അത് നേരത്തെ ഗവൺമെൻറ് എയ്ഡ് പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ്. 50% മാർക്കോടുകൂടെ +2 പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾ, +2 അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള കോഴ്സ് പാസ്സായിട്ടുള്ള എല്ലാവർക്കും അപേക്ഷ കൊടുക്കാം. ഇനി അതേപോലെ 40% കൊമേഴ്സ്, 40% ഹ്യൂമാനിറ്റീസ്, 40% സയൻസ്, അതിൽ 20% കൊമേഴ്സ്, അതൊക്കെ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ബാക്കിയുള്ള ഇതിൽ നിങ്ങൾ കാണാൻ സംവരണം, അതേപോലെ വെയിറ്റേജ്, ഇതൊക്കെ സെയിം പ്രൊസീജിയർ തന്നെയാണ്, യാതൊരു മാറ്റവുമില്ല. അതേപോലെ മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ എടുക്കുന്നവർക്ക്, അതായത് യോഗ്യതാ പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്ക് 65%, ഇൻ്റർവ്യൂ ലഭിച്ച മാർക്ക് 35%, ഈ ഒരു കാറ്റഗറി വെച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ റാങ്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജും ജില്ലയിൽ അത് നിങ്ങളുടെ സ്റ്റേറ്റിൽ ഒരു ജില്ലയിൽ മാത്രമാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വിദ്യാർത്ഥിക്ക് ഗവൺമെൻറ് എയ്ഡും കൊടുക്കാം, അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസും കൊടുക്കാം. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ 2 അപേക്ഷ കൊടുക്കാം. പക്ഷേ ഒരു ജില്ലയിൽ മാത്രമാണ് വിദ്യാർത്ഥികൾ സെൽഫ് ഫിനാൻസ് കോളേജിൽ അപേക്ഷ കൊടുക്കുന്ന വിദ്യാർത്ഥികൾ ഒരു ജില്ലയിൽ മാത്രമാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപേക്ഷ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ. ഇനി നമുക്ക് അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, വിദ്യാർത്ഥികൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ നിങ്ങൾ നേരത്തെ പറഞ്ഞത് കോഡ് ഫീ സ്റ്റാമ്പ് 5 രൂപയുടേതായിരുന്നു. എന്നാൽ ഇവിടെ സെൽഫ് ഫിനാൻസ് കോളേജ് നിങ്ങൾ 100 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റാണ് നിങ്ങൾ എടുക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം, 100 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റിൽ നിന്നാണ് നിങ്ങൾ നാട്ടിലുള്ള കാനറ ബാങ്ക് അല്ലെങ്കിൽ SBI പോലുള്ള ഏതെങ്കിലും ഒരു ബാങ്കിലോട്ട് പോയിട്ട് വിദ്യാർത്ഥികൾ അതത് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ പേരിൽ നിങ്ങൾ 100 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് നിങ്ങൾ എടുക്കണം. ഉദാഹരണത്തിന് കോഴിക്കോട് ജില്ലയിൽ അപേക്ഷ കൊടുക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ അഡ്രസ്സിൽ ജസ്റ്റ് നിങ്ങൾ ബാങ്കിൽ പോയിട്ട് 100 രൂപയുടെ DD എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ വിദ്യാർത്ഥിയുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ നെയിം ഉൾപ്പെടെയുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ അവിടെ നിങ്ങൾ എഴുതി കൊടുക്കുക അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ആ ഒരു ഫോം നിങ്ങൾക്കൊരു ഫോം ഫില്ല് ചെയ്യാണ്ടും അത് ജസ്റ്റ് നിങ്ങൾ പേര് തെറ്റിക്കാതെ നിങ്ങൾ ഫില്ല് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ബാങ്കിൽ നിന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 രൂപയുടെ DD നിങ്ങൾക്കൊരു പേപ്പറായിട്ട് നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ അറ്റാച്ച് ചെയ്യണം. അതാണ് 100 രൂപയുടെ DD. അതിൻ്റെ ഫോട്ടോ കോപ്പി നിർബന്ധമായിട്ട് നിങ്ങൾ എടുത്ത് വെക്കുക, കാരണം അത് പിന്നീട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ. അപ്പോൾ അത്തരത്തിൽ 100 രൂപയുടെ DD ആണ് നിങ്ങൾ അപേക്ഷാ ഫോമിൻ്റെ കൂടെ നിങ്ങൾ അറ്റാച്ച് ചെയ്യേണ്ടത്. വേറെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ തിരക്ക് പിടിച്ച് ഇന്ന് തന്നെ പോയിട്ട് എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഓഗസ്റ്റ് 11-ാം തീയതി വരെ അപേക്ഷ സമയമുണ്ട്. അതുകൊണ്ട് പരമാവധി തിങ്കളാഴ്ച തന്നെ വിദ്യാർത്ഥികൾ ജസ്റ്റ് ബാങ്കിൽ പോയിട്ട് ജസ്റ്റ് 100 രൂപയുടെ DD നിങ്ങൾ എടുത്ത് വെക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലെ ബാങ്ക്, ഞാൻ നേരത്തെ പറഞ്ഞ കാനറ, SBI പോലുള്ള ഏത് ബാങ്കിലാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് 100 രൂപയുടെ DD നിങ്ങൾ എടുത്ത് വെക്കുക. ഓക്കെ.
ഇനി അടുത്തത് ഇനി ഡി ഡിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ വീണ്ടും കമൻറ്റ് ബോക്സിൽ സംശയങ്ങൾ ചോദിക്കാൻ സാധ്യത. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ ജസ്റ്റ് നാട്ടിലൊരു ബാങ്കിൽ കനറ ബാങ്ക് പോലുള്ള ബാങ്കിലോട്ട് പോയിട്ട് ജസ്റ്റ് 100 രൂപയുടെ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ അഡ്രസ്സിൽ താഴെ ഞാൻ കാണിച്ചു തരാം. ആ അഡ്രസ്സിൽ പോയിട്ട് നിങ്ങളുടെ പേര് പറഞ്ഞ് 100 രൂപയുടെ ഡി ഡിയാണ് എടുക്കേണ്ടത്. അതിൻ്റെ ഒറിജിനൽ നിങ്ങൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. ഫോട്ടോ കോപ്പി നിർബന്ധമായി നിങ്ങൾ എടുത്ത് വെക്കുക. അഥവാ എന്തെങ്കിലും അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പരാതി ഉണ്ടെങ്കിൽ ഇത് മിസ്സായി പോയിട്ട് നിങ്ങൾ കൈവശം ഉണ്ടായിരിക്കും. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ഈ പറയുന്ന ഡി ഡി എടുക്കേണ്ടത് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പേരല്ല, അതായത് ഏത് കോളേജിലാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നത് ആ കോളേജിലെ മാനേജറുടെ പേരിലാണ് നിങ്ങൾ 100 രൂപ ഡി ഡി എടുക്കേണ്ടത്. അതായത് മാനേജ്മെൻറ്റ് ഒരു കോളേജിൽ തന്നെ അതായത് 50% മെറിറ്റും 50% മാനേജ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റിൽ അപേക്ഷ കൊടുക്കുമ്പോൾ അതത് മാനേജ്മെൻറ്റ് സീറ്റിൽ അഡ്മിഷൻ നേടാൻ വേണ്ടി മാനേജ്മെൻറ്റിൻ്റെ അതത് കോളേജിലെ മാനേജറുടെ പേരിൽ നിങ്ങൾ 100 രൂപ ഡി ഡി സെയിം രീതിയിൽ നിങ്ങൾ എടുത്ത് അതത് കോളേജിൽ പോയി നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അത് ജനറലിൻ്റെയും മാനേജ്മെൻറ്റ് രണ്ട് വ്യത്യാസങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി അതേപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന രീതിയിൽ കന്നഡ ലാംഗ്വേജ് ടീച്ചേഴ്സ്, തമിഴ് ലാംഗ്വേജ് ടീച്ചേഴ്സ് ഇവരൊക്കെ ഈ രീതിയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊക്കെ നേരത്തെ പറഞ്ഞ സെയിം സംഭവം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ജസ്റ്റ് ആമുഖമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് നമുക്കിനി ആപ്ലിക്കേഷൻ ഫോമിലോട്ട് വരാം. എങ്ങനെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു PDF ലിങ്ക് ഞാൻ താഴെ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് വിദ്യാർത്ഥികൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ 8ാമത്തെ പേജ് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നേരത്തെ വ്യത്യാസം ഞാൻ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കാണാം സ്വാശ്രയം മെറിറ്റ് കോട്ട. അതായത് നേരത്തെ നമ്മൾ കൊടുത്തത് ജനറൽ ഗവൺമെൻറ് എയ്ഡ് ആയിരുന്നു. അപ്പോൾ ഇത് സ്വാശ്രയം. ഇപ്പോൾ സ്വാശ്രയത്തിനും രണ്ടിൻ്റെയും ആപ്ലിക്കേഷൻ ഫോം മാറിപ്പോരുത്. അപ്പോൾ ഈ ഒരു പ്രിൻ്റ് ഔട്ട് തന്നെ എടുക്കുക. അപ്പോൾ അതായത് ഞാൻ താഴെ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഒരു PDF നിങ്ങൾ 8ാമത്തെയും അതേപോലെ തന്നെ 8, 9 അതേപോലെ തന്നെ 10 ഈ 10ഉം അതേപോലെ തന്നെ 8, 9, 10 ഈ 3 പേജ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെക്കുക. പിന്നെ അതേപോലെ മാനേജ്മെൻറ്റ് കോട്ടയിൽ അപേക്ഷ കൊടുക്കുന്ന സെയിം സംഭവം തന്നെ, പക്ഷേ ആപ്ലിക്കേഷൻ ഫോം പ്രത്യേകം ശ്രദ്ധിക്കുക. മാനേജ്മെൻറ്റ് കോട്ട ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും 11 അതേപോലെ തന്നെ 12. ഓക്കെ, 11, 12 മാനേജ്മെൻറ്റ് കോട്ട. അപ്പോൾ മാനേജ്മെൻറ്റ് കോട്ടയിൽ അപേക്ഷ കൊടുക്കുന്നവർ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം അതിൻ്റെ കൂടെ നിങ്ങൾ മാനേജറുടെ പേരിലെടുത്ത് ഏത് കോളേജിലാണ് ആ മാനേജറുടെ പേരിലെടുത്ത് 100 രൂപയുടെ ഡി ഡി ഇതിൻ്റെ കൂടെ നിങ്ങൾ അറ്റാച്ച് ചെയ്യണം. ഇതാണ് വ്യത്യാസമുള്ളൂ. ഓക്കെ, ആപ്ലിക്കേഷൻ ഫോം ഒക്കെ സെയിം ആണ്, പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പേരിലൂടെ ചെറിയൊരു മാറ്റം ഉണ്ടെന്ന് മാത്രം. ഇനി അപേക്ഷ എങ്ങനെ പൂരിപ്പിക്കാം. നേരത്തെ കൊടുത്ത് സെയിം സംഭവം തന്നെ നിങ്ങളുടെ ജില്ല, അപേക്ഷകൻ്റെ പേര്, ജനനത്തി, ഇത് ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ എഴുതി കൊടുക്കുക. പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ ഒരു പേപ്പർ തന്നെ എടുത്താൽ മതി. അങ്ങനെ 3 പേജ് എടുത്താൽ നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ ഒരു പേപ്പറിൻ്റെ ബാക്ക് സൈഡിൽ എടുത്താൽ വിഷയമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കത് ഏറ്റവും കംഫർട്ടബിൾ ആണ്. ആ രീതിയിൽ നിങ്ങൾ ചൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന ജില്ല ഉദാഹരണത്തിന് തിരുവനന്തപുരമാണ്. ഇവിടെ ജസ്റ്റ് എഴുതി കൊടുക്കുക. അപേക്ഷകൻ്റെ പൂർണ്ണമായ പേര്, മെയിൽ വിലാസം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മലയാളത്തിലും ഇംഗ്ലീഷും, ഇമെയിൽ ID, ആധാർ നമ്പർ, മൊബൈൽ, ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ എഴുതി കൊടുക്കുക. ജനനത്തീയതി നിങ്ങൾക്ക് 1/7/2005 പൂർത്തിയാകുന്ന വയസ്സ്, നിങ്ങളുടെ സെക്സ് ഏതാണോ, ജാതി ഓർ മതം SLC ബുക്കിൽ അതേ രീതിയിൽ എഴുതി കൊടുക്കുക. ഇനി SC/ST വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അവർ അതേ SC/ST എന്ന് എഴുതി കൊടുക്കുക. OBC എഴുതി കൊടുക്കുക. അവരുടെ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഇനി പറയുന്ന ഓരോ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അതേ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലെല്ലാ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഇതിൻ്റെ കൂടെ നിങ്ങൾ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതായത് ഫോട്ടോ കോപ്പി എടുത്ത് നിങ്ങൾ സ്വന്തമായിട്ട് എല്ലാത്തിൻ്റെ താഴെ, അതായത് ഉദാഹരണത്തിന് SLC ബുക്ക് ആണെങ്കിൽ അതിൻ്റെ താഴെ നിങ്ങളുടെ പേരും നിങ്ങൾ ഒപ്പം, അത് പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ പേരും ഒപ്പം നിർബന്ധമായിട്ട് അതിൽ ജസ്റ്റ് വെച്ചിരിക്കണം. അതാണ് സ്വയം സാക്ഷ്യപ്പെടുത്തുന്നത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ SC/ST OBC ഒക്കെ ആണോ OBC സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യണം. ഓക്കെ, ഇനി മറ്റുള്ള അതായത് ഈ പറയുന്ന കേറ്ററിൽപ്പെട്ടവർ മാത്രമാണ് അവരുടെ സംവരണം തെളിയിക്കാൻ വേണ്ടി സർട്ടിഫിക്കറ്റ് വെക്കണ്ടു. ഇനി വിമുക്ത പഠനം അതേപോലെ തന്നെ ഇതൊക്കെ ആണെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. ഓക്കെ, അപ്പോൾ ഓരോന്നും അതുപോലെ ഈ പറയുന്ന വിമുക്ത ഈ ഒരു കേരളത്തിൽ വരുന്നവരാണെങ്കിൽ അതേ നേടിച്ചിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ അറ്റാച്ച് ചെയ്തിരിക്കും. നിങ്ങൾ സ്വയം പേര് എഴുതിയിട്ട് ഒപ്പിടണം. ഇനി മാതൃഭാഷ മലയാളം കൊടുക്കുക. ഇനി സാമ്പത്തിക പിന്നോക്കം EWC കാറ്റഗറിയിലാണെങ്കിൽ ഇവിടെ നിങ്ങൾ അതേ, അങ്ങനെ EWC സർട്ടിഫിക്കറ്റ്, അല്ലാത്തവർ അല്ല. ഇനി വിദ്യാഭ്യാസ യോഗ്യത, നിങ്ങളുടെ യോഗ്യത ഇവിടെ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യോഗ്യതാ പരീക്ഷയുടെ പേര് +2 ആണെങ്കിൽ +2, വിഷയമാണെങ്കിൽ സയൻസ്. ഇനി രജിസ്റ്റർ നമ്പറും വിജയിച്ച വർഷവും കൃത്യമായിട്ട് എഴുതുക. യോഗ്യതാ പരീക്ഷ വിജയിക്കാൻ എടുത്ത ചാൻസ്, കാരണം 3-ൽ കൂടുതലാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ 1ാമത്തെ തവണ പാസ്സായവർ 1 തന്നെ കൊടുക്കുക. ഓക്കെ, ഇനി പരീക്ഷ എഴുതിയവരാൻ 2 കൊടുക്കുക. ഇനി മറ്റു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ, അതായത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഡിഗ്രി ഉൾപ്പെടല്ല, മറ്റേതെങ്കിലും വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളിവിടെ ഡിഗ്രി അല്ലെങ്കിൽ PG ആ രീതിയിൽ കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഇല്ല എന്ന് എഴുതുക. ഇനി യോഗ്യതാ പരീക്ഷയുടെ മാർക്ക്, +2 മാർക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം. വിഷയങ്ങളും മാർക്കും ഗ്രേഡും ഇവിടെ കൃത്യമായിട്ട് ചെറിയൊരു ടേബിൾ ആക്കിയിട്ട് നിങ്ങൾ 6 വിഷയത്തിൻ്റെ പേരും അതേപോലെ മാർക്കും ഇവിടെ കൃത്യമായിട്ടില്ല, ഗ്രേഡ് കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ടോട്ടൽ മാർക്ക് ഇവിടെ കൃത്യമായിട്ട് ഈ ഒരു സ്പേസിൽ നിങ്ങൾ കൊള്ളിക്കുക. ചെറുങ്ങനെ എഴുതിയാൽ മതി. ഇനി അതിൽ മാർക്കിൻ്റെ ശതമാനം ഇവിടെ കൃത്യമായിട്ട് +2 മാർക്കിൻ്റെ ശതമാനം, പരീക്ഷ ബോർഡ് കേരളത്തിലാണെങ്കിൽ കേരള ഹയർ സെക്കൻഡറി എക്സാം ബോർഡ്, ഇനി മറ്റു ബോർഡാണ് ആ രീതിയിൽ എഴുതി കൊടുക്കുക. ഇനി ഭിന്നശേഷിക്കാരനാണെങ്കിൽ അതേ, അവരുടെ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കണം. എല്ലാത്തിനും ഒറിജിനൽ നിങ്ങൾ കൈവശം ഉണ്ടായിരിക്കണം. കാരണം അഡ്മിഷൻ സമയത്ത് ഒറിജിനൽ നിങ്ങൾക്ക് സമർപ്പിക്കണം. ഇപ്പോൾ കൈവശം കോപ്പി ആണെങ്കിൽ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം, ആ കോപ്പി ഒറിജിനൽ നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ നഷ്ടപ്പെട്ടു. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇനി NCC കേഡറ്റ് ആണെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല, സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യണം. ഇനി അതേപോലെ കലാകായിക മത്സരത്തിൽ എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ ദേശീയതലം, സംസ്ഥാനതലം, ജില്ലാതലം, ഉപജില്ലാതലം നിങ്ങൾ ടിക്ക് ചെയ്യുക, ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായ കോപ്പി ഇപ്പോൾ അറ്റാച്ച് ചെയ്യണം. ഇനി ഭാരത് സ്കൗട്ട്, രാഷ്ട്രപതി, അതേപോലെ സെയിം അങ്ങനെയുള്ള പുരസ്കാരം ഉണ്ടെങ്കിൽ അതെ, ഇല്ലെങ്കിൽ ഇല്ല. ഇനി സ്പോർട്സ് കോട്ടയിലാണെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. NSS, NCC നേരത്തെ സെയിം കഴിഞ്ഞ ആ ഒരു അപേക്ഷ സെയിം സംഭവം തന്നെ. ഇനി NSS or NCC ആണെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. അപേക്ഷാ ഫീസ് സംബന്ധിച്ച വിവരങ്ങൾ അപ്പോൾ നിങ്ങൾ ഇവിടെയാണ് ശ്രദ്ധിക്കുന്നത്. ഇതാണ് മാറ്റം. ഈ ഒരു 24-ാമത്തെ പേജ്, 24-ാമത്തെ ഡാറ്റ, അതായത് നിങ്ങളുടെ DDയുടെ നമ്പറും തീയതും ബാങ്കിൻ്റെ പേരും. ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി കനറ ബാങ്കിലാണെങ്കിൽ ബാങ്കിൻ്റെ പേര് കനറ. എപ്പോഴാണ് ഡേറ്റ് എടുത്തത്? ഉദാഹരണം August 5 August 5. ഓക്കെ, 5/8/2025 ഇത് കൊടുക്കുക. ഡിമാൻഡ് ഡ്രാഫ്റ്റ് നമ്പർ, അപ്പോൾ DD നമ്പർ നിങ്ങൾ ആ ഒരു DDയുടെ താഴെ നിങ്ങൾ കാണാൻ സാധിക്കും. കുറച്ച് നമ്പറിൽ ഒരു DD നമ്പർ കാണാം. ആ നമ്പർ കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കോപ്പി നിങ്ങൾ ഇതിൻ്റെ മുകളിൽ നിങ്ങൾ വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു DD നമ്പറും ഇവിടെ കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. അതുമാത്രമാണ് ഈ ഒരു അപേക്ഷയിൽ പ്രത്യേകമായിട്ട് വ്യത്യാസമുള്ളത്. ഇനി പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങളുടെ പേര്. ഓക്കെ, ഇനിയാണ് 25-ാമത്തത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജുകൾ ഏതാണ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഈ ഒരു PDF തന്നെ ജസ്റ്റ് സ്ക്രോൾ ചെയ്യാം. അപ്പോൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 13-ാമത്തെ പേജിൽ. ഓക്കെ, ടോട്ടൽ കേരളത്തിൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ എല്ലാ ജില്ലകളിലുമായിട്ട് 101 കോളേജുകളാണ് വിദ്യാർത്ഥികൾക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ജില്ലയാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, പരമാവധി ഏറ്റവും കൂടുതൽ ഒഴിവുള്ള, അങ്ങനെ എങ്ങനെയെങ്കിലും TTC പഠിക്കാൻ ആഗ്രഹിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഒഴിവുള്ള കോളേജുകളുടെ സീറ്റുകളുള്ള കോളേജ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ കോളേജിൻ്റെയും സീറ്റ് വേക്കൻസി, അതേപോലെ തന്നെ ഒക്കെ മൈനോറിറ്റി ആണെങ്കിൽ അതിൻ്റെ യെസ് ഓർ നോ, മൈനോറിറ്റി പെട്ട കോളേജ് ഏതൊക്കെയാണ് അതൊക്കെ നിങ്ങൾക്ക് കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ജസ്റ്റ് ട്രിവാൻഡ്രത്താണ് വിദ്യാർത്ഥി കൊടുക്കുന്നതെങ്കിൽ തിരുവനന്തപുരത്ത് ഏകദേശം നിങ്ങൾ കാണാൻ സാധിക്കും. സെൽഫ് ഫിനാൻസ് കോളേജ് തിരുവനന്തപുരത്ത് മാത്രമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് 17 കോളേജുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 17 കോളേജ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജ് ഏറ്റവും അടുത്തുള്ള 6 കോളേജാണെങ്കിൽ ആ 6 കോളേജ് ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ ക്രമത്തിൽ ഒന്നാമത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജാണ് അത് ആ രീതിയിൽ എഴുതി കൊടുക്കുക. അപ്പോൾ 1, 2, 3, 4, 5, 6 രീതിയിൽ എഴുതി കൊടുക്കുക. അപ്പോൾ ഇത് ഇനിയിപ്പോൾ 10 കൊടുക്കണമെങ്കിൽ ഇവിടെ ജസ്റ്റ് 1 മുതൽ ജസ്റ്റ് 10 വരെ നിങ്ങൾ ഈ ഒരു സ്പേസിൽ കൊള്ളിച്ചാൽ മതി. ഓക്കെ, ഇനി ഒരു വിദ്യാർത്ഥി മലപ്പുറത്ത് 5 കോളേജാണെങ്കിൽ ആ 5 കോളേജ് ഇവിടെ കൃത്യമായി, അപ്പോൾ ഏത് ജില്ലയിലാണോ ആ കോളേജിൽ ലിസ്റ്റ് താഴ്ന്നെടുത്ത് കൃത്യമായിട്ട് പേര് എഴുതി നിങ്ങളിവിടെ എഴുതി കൊടുക്കുക. അത്രമാത്രമാണ് ഇതിൽ നിങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കോളേജിൻ്റെ പേരും കൃത്യമായിട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ കാണാൻ സാധിക്കും ഉള്ളടക്കമാണ്. ഓക്കെ, ഉള്ളടക്കത്തിന് ലിസ്റ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളടക്കുന്ന ലിസ്റ്റ്? SSLC സർട്ടിഫിക്കറ്റ് 1-ാം പേജിൻ്റെ പകർപ്പ്, യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റിൻ്റെ പകർപ്പ്, ആവശ്യമായ മറ്റു രേഖകൾ. അപ്പോൾ SSLCയും +2 നിങ്ങൾ ഫോട്ടോ കോപ്പി പേര് എഴുതി ഒപ്പിട്ട് നിങ്ങൾ ഇതിൻ്റെ കൂടെ വെക്കുക. ആവശ്യമായ മറ്റു രേഖകൾ നേരത്തെ പറഞ്ഞ NSS, NCC, EWS, OBC കാർ, SC കാർ, ഇങ്ങനെ എന്തെങ്കിലും സംവരണം അല്ലെങ്കിൽ വെയിറ്റേജ് ലഭിക്കുന്ന എന്തെങ്കിലും അതേന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ എന്തൊക്കെ അതേന്ന് കൊടുത്തിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഇവിടെ നിങ്ങൾ ഓരോന്ന് 1 by 1 ആയിട്ട്. അപ്പോൾ ഒന്നാമതായിട്ട് ഇത് കഴിഞ്ഞു. ഓക്കെ, ഓരോന്നും നിങ്ങൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കണം. ഇനി ലാസ്റ്റ് നിങ്ങൾക്ക് സത്യവാങ്മൂലം ഇതെല്ലാം നിങ്ങൾ ശരിയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ അപേക്ഷകൻ്റെ പേരും ഒപ്പിവിടെ കൊടുക്കുക, ഡേറ്റും കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു 3 പേജും കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് ഏറ്റവും മുകളിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഏറ്റവും മുകളിൽ നിങ്ങൾ ആ DD വെക്കുക. DDയുടെ കോപ്പി ഒറിജിനൽ നിങ്ങൾ അതിൻ്റെ മുകളിൽ വെക്കുക. ശേഷം 3 ആപ്ലിക്കേഷൻ ഫോം, അതിൻ്റെ താഴെ നിങ്ങൾ SLC +2 അതേപോലെ തന്നെ മറ്റു സംവരണം തെളിയിക്കുന്ന എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് അതേന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ വെക്കുക. OBC കാരണം OBC സർട്ടിഫിക്കറ്റ്, SC ആണ് SC സർട്ടിഫിക്കറ്റ്, അത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംസ്ഥാന തലത്തിൽ, ജില്ലാ തലത്തിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി, എല്ലാത്തിൻ്റെയും കോപ്പി നിങ്ങൾ ഓരോന്നും 1 by 1 ആയി വെച്ചിട്ട് പിൻ ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് വലിയൊരു കവർ നിങ്ങൾ സെറ്റാക്കിയിട്ട് ആ കവറിൻ്റെ പുറത്ത് നിങ്ങൾ ഏത് ജില്ലയാണോ, ഇപ്പോൾ ജില്ലയുടെ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ 20-ാമത്തെ പേജിൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഒരു 14 ജില്ലയിലെയും വിദ്യാഭ്യാസ ഡയറക്ടർ അഡ്രസ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ആ ഒരു അഡ്രസ്സിലാണ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇവിടെ കാണാം ഏഴാമത് നിങ്ങൾക്ക് എറണാകുളമാണ്. അപ്പോൾ എറണാകുളത്തുള്ള ജില്ലയിലാണ് അപേക്ഷ കൊടുക്കുന്നവരെങ്കിൽ ജസ്റ്റ് വിദ്യാർത്ഥികൾ ടു വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, കാക്കനാട്, എറണാകുളം 30 ഫോൺ എന്ന രീതിയിൽ ഈ ഒരു അഡ്രസ്സിൽ നിങ്ങൾ കൃത്യമായിട്ട് അഡ്രസ്സ് ഫ്രം അതേപോലെ ടു നിങ്ങൾ ഈ അഡ്രസ്സ് എഴുതിയിട്ട് കവറിൻ്റെ മുകളിൽ നിങ്ങൾ DLED അഡ്മിഷൻ ആപ്ലിക്കേഷൻ ഫോം ജസ്റ്റ് നിങ്ങൾ ഹെഡിങ് വേണമെങ്കിൽ എഴുതാം. DLED അഡ്മിഷൻ 2025-26 ആപ്ലിക്കേഷൻ ഫോം ചെയ്താൽ അതിൻ്റെ അടിയിൽ ജസ്റ്റ് ടു അഡ്രസ്സ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങളുടെ നാട്ടിലുള്ള ജസ്റ്റ് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നിങ്ങൾ എത്രയാണോ സ്പീഡ് പോസ്റ്റ് നോർമൽ ജസ്റ്റ് നിങ്ങൾ പരമാവധി നിങ്ങൾ ഈ 8-നുള്ളിൽ നിങ്ങൾ അയക്കാണ് നോർമലായിട്ടുള്ള അപേക്ഷത്തിന് കൊടുത്താൽ മതി. ഇനി 8-ന് ശേഷമൊക്കെ നിങ്ങൾ അയക്കുകയാണെങ്കിൽ സ്പീഡ് പോസ്റ്റൊക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസിന് അവർ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്താൽ എത്ര ദിവസം അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും. ആ രീതിയിൽ ആ എമൗണ്ട് കൊടുത്ത് നിങ്ങൾ ജസ്റ്റ് പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾ അയക്കുക. ഇത്ര മാത്രമാണ് അപേക്ഷയുടെ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഇത് വളരെ കൃത്യമായ രീതിയിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം പിൻ ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യവും ഉണ്ട് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതേപോലെ ഓരോന്നിൻ്റെയും ഫോട്ടോ കോപ്പി നിങ്ങൾ സ്വന്തമായിട്ട് പേര് ചെയ്ത് ഒപ്പ് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. നിങ്ങളിവിടെ അതേന്ന് കൊടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ ഫോട്ടോ കോപ്പി ഇതിൻ്റെ കൂടെ നിങ്ങൾ വെച്ചില്ല എങ്കിൽ അത് നിങ്ങൾക്ക് പരിഗണിക്കുന്നില്ല, മാർക്ക് പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് പലപ്പോഴും പല വിദ്യാർത്ഥികളും അപേക്ഷ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് വിട്ടുപോയി ഇനെന്തും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് ഇത്
പൂർണ്ണമായിട്ടും ഓഫ്ലൈനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ്റെ സമയത്ത് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വിദ്യാർത്ഥികൾ അപേക്ഷ നിങ്ങൾ അയക്കുക. അപ്പോൾ നിലവിൽ ഓഗസ്റ്റ് 11 വരെ സമയമുണ്ട്. അപ്പോൾ അധികം ലേറ്റ് ആക്കാതെ ഇനി അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അതേപോലെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഉൾപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി കൃത്യമായിട്ട് ഓഫ്ലൈൻ ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾ ഫോളോ അപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നഷ്ടപ്പെടും. അതുകൊണ്ട് A to Z കാര്യങ്ങൾ പരമാവധി നമ്മുടെ ചാനൽ ത്രൂ ഓരോ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സമയബന്ധിതമായിട്ട് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ അഡ്മിഷൻ നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് എല്ലാ അപ്ഡേറ്റ്സുകളും പരമാവധി നമ്മുടെ ചാനൽ ത്രൂ അറിയിക്കുന്നുണ്ട്. ഇനിയും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നോക്കാൻ ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അലിച്ചിരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.